കന്നിമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ ദിനം മുതൽ 9 ദിനങ്ങളിലായിട്ടാണ് നവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത്. നവരാത്രി ആഘോഷിക്കുന്ന 9 ദിനങ്ങളിൽ ആദ്യത്തെ 3 ദിവസം ദേവിയെ പാർവതിയായും, അടുത്ത 3 ദിനങ്ങളിൽ ലക്ഷ്മിയായും, അവസാനത്തെ 3 ദിനങ്ങളിൽ സരസ്വതിയായും സങ്കല്പിച്ച് ആരാധിക്കുന്നു. നവരാത്രി ദിനങ്ങളിൽ ആചരിക്കുന്ന ആദിപരാശക്തിയുടെ 9 രൂപങ്ങളായ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഘണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നീ നവദുർഗമാരെ ആരാധിക്കുന്ന രീതിയും നിലനിൽക്കുന്നുണ്ട്. 9 രാത്രികൾക്ക് ശേഷം വരുന്ന വിജയദശമി ദിനത്തിലാണ് കുഞ്ഞുങ്ങളുടെ നാവിൽ ആദ്യമായി അക്ഷരം കുറിക്കുന്നത്. കാളിദാസന്റെ നാവിൽ ദേവി വിദ്യ കുറിച്ചത് പിന്തുടർന്നാവാം ഈ ആചാരം തുടങ്ങിയത്. ദുർഗാഷ്ടമി. ഈ ദിവസത്തെ സായാഹ്നത്തിലാണ് പണിയായുധങ്ങളും പുസ്തകങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നത്. പരാശക്തിയെ ദുർഗയായി അന്ന് ആരാധിക്കുന്നു. മഹാനവമി. പൂജവെപ്പിൻ്റെ 2ാം ദിനമാണിത്. ഭഗവതിയെ ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായി ആരാധിക്കുന്നു. വിജയദശമി. വിജയദശമി നാളിൽ ദേവിയെ സരസ്വതിയായി ആരാധിക്കുന്നു. അന്ന് പൂജ വെച്ച ആയുധങ്ങളും പുസ്തകങ്ങളും തിരികെ എടുക്കുന്നു. കലാകാരന്മാർ ഈ ദിവസം അരങ്ങേറ്റം കുറിക്കുന്നു. വിഷ്ണുചക്രം കൊണ്ട് മഹാലക്ഷ്മി അനുഗ്രഹിച്ച ദിവസമാണ് വിജയദശമി എന്നാണ് ഐതിഹ്യം.